തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരാവശ്യവും ഇല്ലാതെ വന്ന ഒരു ലോഡ് സീക്വലുകളുണ്ട്. അക്കൂട്ടത്തിലുള്ള വിഷ്ണു വിശാലിന്റെ കോൺട്രിബ്യൂഷനാണ് ഗട്ടാ ഗുസ്തി 2. ആക്ച്വലി വിഷ്ണു വിശാലിന്റെ രാക്ഷസൻ 2 ഇന്റർനെറ്റ് നാളെ 2 ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഒരാവശ്യമില്ലാതെ പറഞ്ഞു തീർത്ത ഗട്ടാ ഗുസ്തി 2ന്റെ കഥ തന്നെ വീണ്ടും കോപ്പി അടിച്ചുകൊണ്ട് വന്നാണ് ഇവര് സീക്വൽ ഉണ്ടാക്കിയത്. ഞാൻ ഇറക്കാൻ പോകുന്ന സീക്വല് സിനിമയുടെ ആണെന്നറിയാവോ? ഇനി FIR 2 ആണോ? 2022 ബ്ലോക്ക് ബസ്റ്റർ ഐശ്വര്യ ലക്ഷ്മിയുടെ തമിഴിലെ ഏറ്റവും വലിയ ഹിറ്റ് ഗട്ടാ ഗുസ്തി 2. ഇതെന്ത് ധൈര്യം! മാരേജ് കഴിഞ്ഞിട്ടും പാഷന്റെ പുറകെ പോകുന്ന ഹീറോയിന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹീറോ, സ്കൂളിൽ പഠിപ്പിക്കുന്ന കൊച്ചിന്റെ വീട്ടിൽ പോയി ആ കൊച്ചിന്റെ അച്ഛന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ടീച്ചർ, ഇതേപോലുള്ള കോമാളികളുടെ കോമാളിത്തരങ്ങളാണ് ഈ പടം മുഴുവൻ. ഒരു കഥ சொல்லிட்டா சார். ആക്ച്വലി കഥ തുടങ്ങുമ്പോൾ തന്നെ ഹീറോയിനായ കീർത്തി ജോലിക്ക് പോകുന്നു. ഇത് കാരണം 10ാം ഉദ്യോഗസ്ഥനായിട്ട് വീട്ടിലിരിക്കുന്ന വീരയെ കാണിക്കും. അപ്പൊ നമുക്ക് സ്വസ്ഥം ഗ്രഹഭരണം, ഭർത്താവുദ്യോഗം. പടത്തിൽ നോക്കിയാൽ ആ ഏരിയയിലുള്ള എല്ലാവർക്കും വീരയോട് സ്പാർക്കാണ്. അതിപ്പോ അപ്പുറത്തെ വീട്ടിലെ ആന്റി ആയാലും സ്കൂളിൽ കൊച്ചിനെ പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും ഇത് കൂടാതെ അവിടെയുള്ള എല്ലാവർക്കും വീരയോട് സ്പാർക്ക്. എന്താ ചേട്ടാ ഈ പെമ്പിളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? അല്ല, ഈ ഒരു ഫ്രെയിം എന്താ ഇങ്ങനെ? ഇനി അടക്കം കാണാൻ സുന്ദർസി വന്ന് ഡയറക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നെയ്ബർ ആയ ഒരു ആന്റിക്ക് ഇതേ വീരയോട് സ്പാർക്ക് ഉണ്ടെന്ന്. എല്ലാ തമിഴ് സിനിമയിൽ ഉള്ളതും പോലെ ആ ആന്റിയുടെ ഹസ്ബൻഡിനെ ഒരു കോമാളിയാക്കി കാണിക്കും. എന്നിട്ട് അതെല്ലാം കോമഡി. എന്ന് സ്കൂളിൽ കൊച്ചിനെ കൊണ്ടുവിടുമ്പോ കൊച്ചു മര്യാദയ്ക്ക് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇട്ട് നോക്ക്. കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിച്ച് നേരെ വൈഫിന്റെ ഗുസ്തി നടക്കുന്നിടത്തോട്ട് പോകും. ഫസ്റ്റ് ഇൻട്രോ ആയതുകൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ കീർത്തി ജയിക്കും. ബട്ട് ഗൈസ്, അവിടെയുള്ള കോച്ചിന് വരെ കീർത്തിയുടെ ഈ സക്സസ് കണ്ട് ഈഗോ അടി. കീർത്തിയുടെ കൂടെ വെറുതെ ഫസ്റ്റ് ഉദ്യോഗം മാത്രമല്ല, നമ്മുടെ വീരയ്ക്ക് വേറെ കുറെ ഹോബീസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനായിരിക്കും കൂടെ ആ തിയേറ്ററിൽ കണ്ടിരിക്കുന്നത്? പറയുമ്പോ എക്സസൈസ് ആണ്, പക്ഷെ കാണിക്കുന്നത് ഈ ടൈപ്പ് കോമഡി എന്നും പറഞ്ഞ് കമ്പി കാണിക്കണോടാ. ഇത്രയും ആന്റിമാരുടെ കൂടെയുള്ള അണ്ണന്റെ വിളയാട്ടം കഴിഞ്ഞ് രാത്രി വീട്ടിൽ ചെല്ലുമ്പോ കീർത്തിയുടെ കൂടെ അഴിഞ്ഞാട്ടം. നീ 3 കൊല്ലം ആൺപിള്ളേരുടെ കൂടെ ആറാടിയില്ലേ, ഇനി 2 കൊല്ലം പെൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാട്ടാ. ഫസ്റ്റ് പാർട്ടിൽ അത്രയും പവർഫുൾ ആയിട്ട് കാണിച്ച കീർത്തിയുടെ ക്യാരക്ടറാണോ ഈ ഒരു? ഇവൻ ഇങ്ങനെ ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവന്റെ നാട്ടിലുള്ളവർക്കും ഇവന്റെ ബന്ധുക്കൾക്കും എല്ലാം ഇവനെ പട്ടിവലയാണ്. നമ്മ പരമ്പരയിലെ പിറந்த யாருமே ഹൗസ് ഹസ്ബൻഡ് கிடையாது. ഇത് കൂടാതെ അവൻ താമസിക്കുന്നിടത്തുള്ളവർക്ക് എല്ലാത്തിനും കാരണം அந்த വീരതാ. പടത്തില് ഒരു പോർഷൻ ആകുമ്പോഴത്തേക്ക് കീർത്തിയുടെ കോച്ചിനും കീർത്തിക്കും തമ്മിൽ ഈഗോ ആവും. അത് കാരണം അവളുടെ കരിയർ നശിപ്പിക്കാനായിട്ട് കോച്ച് തീരുമാനിക്കും. വീരയുടെ കൊച്ച് ഒരു ദിവസം സ്കൂളിലുള്ള പിള്ളേരെ അടിക്കുമ്പോൾ അത് ചോദിക്കാനായിട്ട് വീര ചെല്ലും. പക്ഷെ വീര കാണിക്കുന്ന ഈ മാസ് കണ്ട് ആ ടീച്ചറിന് സ്പാർക്ക് ആവും. പൊണ്ണു പറഞ്ഞ മാതിരി നിങ്ങൾ ഹൗസ് ഹസ്ബൻഡ് അല്ല, റെസ്ലർ தான். അത് ഒരു മലയാളി ടീച്ചർ. അതെ. എടാ, നിനക്കൊക്കെ മിനിമം ലോജിക്ക് നോക്കിക്കൂടെ? ഇതേപോലെ തന്നെ പരമസുന്ദരി എന്നുള്ള ഹിന്ദി പടത്തിലും ഒരു മലയാളി ക്യാരക്ടറിനെ കാണിക്കുക. ആ ക്യാരക്ടർ നേഴ്സാ, പക്ഷെ ഹീറോയെ കാണുന്നുണ്ട് സ്പാർക്ക് ആവുക. ഇതിന് കാണിച്ച് വെച്ചേക്കുന്നതൊക്കെ നീക്കം ഒരു മലയാളി ക്യാരക്ടറിന് ഒരു സിനിമയിൽ ഇടുമ്പോ ഇതാണോ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത് കൂടാതെ ഒരു സംഭവം ഉണ്ട് ഈ സിനിമയിൽ, ഈ 2 പേർക്ക് ഇവനോട് സ്പാർക്ക് ഉണ്ട്, അതായത് ഹീറോയോട്. ഇത് കാണിക്കാനായിട്ട് ഇവർ പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ് അവർ കൊടുക്കുന്നത്. അതായത് ഈ 2 പേർക്കും സ്ലീവ്ലെസ് ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊടുക്കുക. അതായത് ആ ഏരിയയിൽ വേറെ ആന്റിമാരുണ്ട്, പക്ഷെ ഇവർക്കാർക്ക് ഇവനോട് സ്പാർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ നല്ല ലെങ്ത് ഉള്ള ബ്ലൗസ് കൊടുത്തിട്ട് ഈ ഒരാൾക്ക് മാത്രമായിട്ട് സ്ലീവ്ലെസ് കൊടുക്കും. ഇതേപോലെ തന്നെ ടീച്ചറിനും അത് തന്നെ അവിടെയുള്ള മറ്റാർക്കും കൊടുക്കാത്ത ഡ്രസ്സിങ് ഇവർക്ക് കൊടുക്കും. ഇത് നമ്മൾ കണ്ട് ഐഡന്റിഫൈ ചെയ്തോണം. ഇങ്ങനെയുള്ളവർക്ക് വീരയോട് അട്രാക്ഷൻ ആണ്. ഇതൊക്കെ പോട്ട എന്തേലും കാണിച്ചു വെക്കാം.
പക്ഷെ ഈ പടത്തില് ഇവൻ കുക്ക് ചെയ്യുന്ന വീഡിയോ മറ്റൊരാളെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ അത് വൈറലാവും. അത് വൈറലായി അതിനകത്തൂടെ പൈസ കിട്ടുന്നു. ഇനിമേ നമുക്ക് കാശ് വരാൻ ആരംഭിച്ചോ. പൈസയൊക്കെ എങ്ങനെയാ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നത്? പോട്ടെ. അതുകൂടാതെ അവനെ വലിയ ചാനലുകൾ ഇന്റർവ്യൂവിനും വിളിക്കുന്നു. അങ്ങനെ തമിഴ്നാട് മൊത്തം വൈറലാവും. സെലിബ്രിറ്റി ഇമേജ് ഇവിടെ എന്തെല്ലാം കാണിച്ചാലൊന്ന് വൈറലാവാൻ നോക്കിയാൽ നടക്കത്തില്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇത് വേറൊരുത്തന്റെ എഫേർട്ട് കൊണ്ട് അവൻ വൈറലായി. എന്നിട്ട് ഈ മലയാളി ടീച്ചറിന്റെ കുറെ അധികം ക്ലോസപ്പ് ഷോട്ടുകൾ കാണിക്കും. എന്താ പറയുന്നത്? നമുക്ക് ആലോചിക്കാം. ഒരു ടീച്ചർ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഹീറോ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്, എന്തെല്ലാം കാണിച്ചോട്ടെ. പക്ഷെ ഇവന്റെ കൂടെ ഒരു കുക്കിംഗ് ഷോയ്ക്ക് വരെ ഇവർ ഇറങ്ങി പോവാ. ലോകത്ത് ഏതെങ്കിലും ഒരു ടീച്ചർമാര് ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ തന്തയുടെ കൂടെ ഇതേപോലെ കുക്കിംഗ് ഷോയ്ക്കൊക്കെ പോവും. അതും ആ ഒരു ക്ലാസ് ടീച്ചർ പോയിട്ട് അവനെ ഹെൽപ്പ് ചെയ്തു. ഇത് കഴിയുമ്പോ അവൻ ജയിക്കുന്നുണ്ട്, ഉമ്മ വെക്കുന്നു. എന്തുകൂടാ മലയാളീസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണോ നീക്ക് വിചാരിച്ചു വെച്ചേക്കുന്നത്? നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അത് ഞാനൊരു സംഭവം പറയാം. അതായത് ഒരു സാധാരണ കുക്കിംഗ് ഷോ വന്നാല് ആ ഷോ എഡിറ്റ് ചെയ്ത് പിന്നീട് അപ്ലോഡ് ചെയ്യാനായിട്ട് മിനിമം ഒരു 3-4 ദിവസങ്ങൾ എടുക്കത്തില്ലേ? അതായത് അന്ന് വൈകിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിക്കുന്നു. ആരാടാ എഡിറ്റർ? ഇതേ ടൈമില് വൈഫായ കീർത്തി ഒരു ഗുസ്തി മത്സരത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് തോറ്റു പോകുന്നുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഇവള് തോക്കാനായിട്ടുള്ള മരുന്ന് കലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഇവള് തോറ്റു പോകുന്നത്. അങ്ങനെ ഇവര് തമ്മിൽ ഈഗോയാവും. പക്ഷെ ഗൈസ് ഈ കാര്യം കീർത്തി അറിയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ കീർത്തി ഇവനെ വെയിറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും, ഇതിന്റെ കൂടെ ബാക്കിയുള്ളവര്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക്. ഇല്ല, ഇവർക്കൊന്നും വീട്ടിൽ വേറെ പണിയില്ലേ? വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ? അവിടെ വെച്ച് ഇവര് നമ്മൾ ഈഗോയാവുന്നു. മോനെ ഇത് അറിഞ്ഞിട്ട് ഇവന്റെ നാട്ടിലുള്ളവർക്കെല്ലാം ഇവനെ വീണ്ടും വിലയാവുന്നു. അതായത് ഇവനെ ഓൾറെഡി ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവനെ പട്ടി വിലയായിരുന്നു, അത് മാറി കിട്ടുന്നു. ഇവളുങ്ങളെല്ലാം ഇപ്പിടിത്താ ചെയ്യണം, വച്ച് ചെയ്യണം. ഇത് കഴിയുന്നുണ്ടേ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇവര് രണ്ട് ജെൻഡറിനെ പരസ്പരം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. உலகத்திலேயே நன்றியுள்ள ஜீவன் நாய்னா நன்றி இல்லாத ஜீவன் புருஷன் தான். സോ അങ്ങനെ കീർത്തി പിണങ്ങി വീട്ടിൽ പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവര് തമ്മിൽ കാണുമ്പോൾ വീണ്ടും ഫൈറ്റ് ആവുന്നു. അങ്ങനെ സ്കൂളിൽ വെച്ച് കീർത്തി ഇവനെ അടിക്കുന്നു. അങ്ങനെ എല്ലാ വഴക്കങ്ങളും മാറി ഇവര് തമ്മിൽ ഒന്നിക്കാനായിട്ട് കീർത്തിയും ഫാമിലിയും കൂടെ വീരയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് അർജന്റീന അർജന്റീന വേൾഡ് കപ്പ് അർജന്റീന. ഏതേലും ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യം അതോടായത്. ആ കൊച്ചിനെ ഹാപ്പി ആക്കാനായിട്ട് ഏറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ വീട്ടിൽ ചെന്നിട്ട് ഇതേപോലെ ഡാൻസ് കളിച്ചാൽ മാത്രമേ ആ കൊച്ചു ചിരിക്കത്തുള്ളൂ. അത് ഡാൻസ് കളിക്കുന്ന സ്റ്റെപ്പും ഇത് നമ്മക്കൊന്നും ഇതുപോലെ ടീച്ചർ ഇല്ലാതായി പോയല്ല. എന്നിട്ട് ഒരു കോർട്ടിൽ ഒരു സീൻ വരുന്നുണ്ട്. ഈ സീനൊക്കെ നടക്കുന്നത് ഏത് യൂണിവേഴ്സിലാണെന്നാ മനസ്സിലാവാത്തത്. അതായത് മറ്റാരും ഇവര് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? പാലക്കാട്ടിലെ മാപ്പിള ഇവിടെ തൂക്കി പന്താടി ഇരുപ്പാൻ. അപ്പോഴേ ഇവര് രണ്ടാളും തമ്മിൽ ഒരു തീരുമാനം എടുക്കുന്നു. ഇവര് തമ്മിൽ ഒരു ഗുസ്തി നടക്കുന്നു. അതിൽ ജയിക്കുന്നവർക്ക് കൊച്ചിനെ കൊണ്ടുപോകാം. മാച്ച് തുടങ്ങുമ്പോഴത്തേക്ക് യോഗി ഭവനെ കാണിക്കുക. അവിടെ വെച്ച് പടം പിന്നെ ലാഗ് അടിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഭാഗ്യത്തിന് പുള്ളി കുറച്ച് തീർച്ച കൊടുക്കത്തുള്ളൂ. ഇവര് തമ്മിൽ ഗുസ്തി നടക്കുന്നതൊക്കെ തമിഴ്നാട് ഫുള്ള് വൈറലായി ടിക്കറ്റ് വെച്ച് ഷോ നടത്തുക. ലാസ്റ്റിലൊന്നും ഇല്ല, ഇവര് തമ്മിൽ വീണ്ടും ഒന്നിച്ച് ഹാപ്പി എൻഡിങ്ങോടുകൂടി പടം തീർക്കുവാണ്. ബട്ട് ഗൈസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, തമിഴില് വേറെ എന്തെല്ലാം സിനിമകളുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മിരിതൻ 2, ഇത് കൂടാതെ വിഷ്ണു വിശാൽ തന്നെ ചെയ്ത ഇന്റർനെറ്റ് നാളെ 2, ഇങ്ങനെ പല സിനിമകളുടെ ഇവൻ തനിയൊരുവൻ 2 പോലും ഇവർ അനൗൺസ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുവന്നില്ല. ആ സമയത്ത് ഇതേപോലുള്ള പടങ്ങൾക്ക് എങ്ങനെ ഇവന്മാർക്ക് 2 എടുക്കാൻ തോന്നുന്നു? വിഷ്ണു വിശാലിനെ തന്നെ വെയിറ്റ് ചെയ്യുന്ന രാക്ഷസൻ 2 പോലും പുള്ളിക്ക് ചെയ്യാൻ വയ്യ. ഇതുപോലുള്ള പടങ്ങൾ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് റോസ്റ്റ് ചെയ്തത്. പഴയ സ്കില്ലൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.